ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കടിക്കായാലും ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിവിടെ ഒരു അര കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ആദ്യം മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. അധികമായിട്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം. ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൂസിലാണ് ഇതുണ്ടാവുക. അധികമായിട്ട് ലൂസാവാൻ പാടില്ല, എന്നാൽ അധികമായിട്ട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്നാക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നോൺ സ്റ്റിക്കിൻ്റെ പാനും എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ തവി ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അധികമായിട്ട് പരത്തി കൊടുക്കേണ്ട, കുറച്ച് കട്ടിയിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 തവി ഒഴിച്ചെടുത്തിട്ടാണ്. ഇതിലും വലിപ്പം കുറഞ്ഞിട്ട് ഒരു തവി മാത്രം വെച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. ചെറുതാക്കിയിട്ട് ചുട്ടെടുക്കുക. എന്നിട്ടിത് ഒരു ഭാഗം മുരിഞ്ഞ് വന്നാൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കുക. ഇങ്ങനെ 2 സൈഡും മുരിഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തേത് 2 ഭാഗം മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ മേൽഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കുറച്ച് ഓയിലും കൂടെ ഒന്ന് മേൽഭാഗത്ത് പുരട്ടി കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് മുരിച്ചെടുത്താൽ മതി. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉള്ളിൽ തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.